വയനാട് സൂചിപ്പാറ കാന്തൻപാറ വനമേഖലയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ മാറ്റാനായില്ല. അഴുകിയ നിലയിലായതിനാൽ PPE കിറ്റില്ലാതെ മൃതദേഹം മാറ്റാൻ കഴിയില്ല എന്ന് തെരച്ചിൽ സംഘം അറിയിച്ചു. ഹെലികോപ്റ്റർ സ്ഥലത്തെത്തി നൽകിയത് ഗ്ലൗസുകളും പാക്കിംഗ് ബാഗുകളും മാത്രമാണ്. സൂചിപ്പാറ പരപ്പംപാറ എന്ന സ്ഥലത്താണ് ഞങ്ങളുള്ളത്. ഞങ്ങൾ കഴിഞ്ഞൊരു 4 ദിവസം മുന്നേ ഞങ്ങൾ ഇതുവരെ സൂചിപ്പാറ വഴി വന്നിരുന്നു. പക്ഷേ നമുക്ക് ഇവിടുന്ന് കണ്ട് കടക്കാൻ കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയത്. ഇന്നിപ്പോൾ ഞങ്ങൾ വാളത്തൂർ വഴി ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ പരപ്പംപാറ എന്ന സ്ഥലത്ത് ഇപ്പോൾ ഞങ്ങൾ ഒരു 4 ബോഡികളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് അവിടെ എന്താ പറയുക എടുക്കാനുണ്ട്, തിരയാനുണ്ട്. ഇവിടെ പോയിട്ട് ബോഡികൾ ഇനി ഉണ്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് ശരീരഭാഗങ്ങളും അതുപോലെ തന്നെ എന്താ പറയുക ഫുള്ളായിട്ടുള്ളതുണ്ട്. പക്ഷേ കുറച്ച് ടാസ്ക്കാണ് അത്. സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, ഈ മൃതദേഹങ്ങൾ മാറ്റാനുള്ള നടപടി, കൂടുതൽ സംവിധാനങ്ങൾ എത്തിക്കുന്നതിനുള്ള നടപടി അത് ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് സുർജിത്ത്? നിലവിലിപ്പോൾ ഈ തെരച്ചിലിന് പോയ സംഘത്തെ ബത്തേരിയിൽ എത്തിച്ചിട്ടുണ്ട്. അവരെ ഹെലികോപ്റ്റർ മാർഗമാണ് ബത്തേരിയിൽ എത്തിച്ചത്. അവർക്ക് നേരത്തെ നൽകിയിരുന്നത് ഒരു 2 സെറ്റ് ഗ്ലൗസുകളും അതോടൊപ്പം 3 മൃതദേഹം പാക്ക് ചെയ്യുന്ന ബാഗുകളുമാണ് ഹെലികോപ്റ്ററിൽ നിന്ന് നൽകിയിരുന്നത്. ഇതനുസരിച്ച് അവർക്ക് മൃതദേഹം മാറ്റാൻ കഴിയില്ല എന്നവർ അറിയിച്ചു. കാരണം അത്രമാത്രം ജീർണിച്ച അവസ്ഥയിലാണ് മൃതദേഹ ഭാഗങ്ങളുള്ളത്. PPE കിറ്റ് ഇല്ലാതെ മറ്റൊരു നടപടിയിലേക്ക് കടക്കാൻ കഴിയില്ല എന്നവർ അറിയിക്കുകയുണ്ടായി. ഇതേ തുടർന്നാണ് ഈ സംഘത്തെ ബത്തേരിയിൽ എത്തിച്ചത്. അവർ റിപ്പൺ ഭാഗത്തേക്ക് പോവുകയാണ്. ഇന്ന് റിപ്പൺ ഭാഗത്തു നിന്നാണ് അവർ നേരെ ഈ വനമേഖലയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ഇറങ്ങിയത്. ഈ തിരച്ചിലിൽ ഇറങ്ങിയ ഘട്ടത്തിലാണ് കാന്തൻപാറയിൽ നിന്നുള്ള വെള്ളവും അതോടൊപ്പം തന്നെ സൂചിപ്പാറയിൽ നിന്നുള്ള വെള്ളവും സംഗമിക്കുന്ന ചാലിയാറാകുന്ന ആ പ്രദേശത്തേക്ക് എത്തിയത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തെരച്ചിൽ സംഘത്തിലുണ്ടായിരുന്ന അലി എന്നയാൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അലി, എന്താണ് സംഭവിച്ചത്? ഇത് അഴുകിയ നിലയിലായതിനാൽ PPE കിറ്റില്ലാതെ മാറ്റാൻ കഴിയില്ല എന്ന് ദൗത്യസംഘം, തെരച്ചിൽ സംഘം അറിയിച്ചതായി അറിയുന്നു. കൂടുതൽ എന്തെങ്കിലും സംവിധാനങ്ങൾ എത്തിക്കാനുള്ള നീക്കം ഉണ്ടാകുന്നുണ്ടോ അലി? അതായത് ഈ ബോഡി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, PPE കിറ്റ് എടുത്താൽ തന്നെ നമുക്ക് കയ്യിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാൻ കഴിയില്ല. ആ ഒരു കോലത്തിലുള്ള ബോഡിയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് 4 എണ്ണം. ആ ഒരു സ്ഥിതിക്ക് ഇവര് നമുക്ക് ആകെ ഒരു 2 പാക്കിംഗ് കവറും 4-5 ഗ്ലൗസും മാത്രം തന്നിട്ട് അത് എടുക്കാൻ പറഞ്ഞു. നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇത് ചെയ്യാത്തതുകൊണ്ട് നമുക്കത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒന്നാമത് ഈ സമയമായി. ഇവര് നമ്മള് 10 മണി തൊട്ട് ഈ സമയം വരെ നമ്മളവിടെ വെയിറ്റ് ചെയ്തു. എന്നിട്ട് എടുക്കാതെ ഇനിയിപ്പോൾ നമുക്ക് അവിടുന്ന് വരാൻ കഴിഞ്ഞു. നമുക്ക് നല്ല വിഷമം ഉണ്ടായില്ല. കാരണം ഇത് ഇങ്ങനെ ഇത്രയും ടൈം നമ്മളവിടെ കാത്തിരുന്നല്ലോ. അലി, ഇത് ഏത് പോയിന്റിലാണ് ഈ മൃതദേഹം കണ്ടെത്തുന്നത്? എത്ര മണിയോട് കൂടിയാണ് ഇങ്ങനെ ഒരു കാര്യം അറിയിക്കുന്നത് അലി? അത് നമ്മള് രാവിലെ 6 മണിക്ക് നമ്മള് വാളത്തൂർ വഴി താഴോട്ട് ഇറങ്ങുക. 3 മണിക്കൂർ ഇറങ്ങാണ്ട് ഒരു 10 മണി ആ സമയത്താണ് നമ്മൾ താഴോട്ട് എത്തിയത്. 10 മണിക്ക് അവിടെ എത്തിയിട്ട് ഏകദേശം ഒരു മണിക്കൂർ തെരഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇത് സംഭവം കിട്ടിയിട്ടുണ്ട്. അപ്പൊ തന്നെ നമ്മൾ റിപ്പോർട്ടും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അവര് അത് എടുക്കാതെ നമ്മൾ വേറൊന്ന് തിരയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇവരെ വെയിറ്റ് ചെയ്ത് നിന്ന് ഇത്രയും ടൈമായി. ഇപ്പൊ നമ്മളെ ഹെലികോപ്റ്റർ വന്ന് ലാസ്റ്റ് ഇവര് ഇത് ഇറക്കി തന്നിട്ട് പോയി. അതിനുശേഷം പിന്നെ ഹെലികോപ്റ്റർ അവിടെ വന്ന് അപ്പോൾ ബോഡി എടുക്കാനാണ് അവർ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ അത് പാക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്കത് ചെയ്യാൻ കഴിയൂല. നമ്മളെ വിളിച്ച് പറയുന്നുണ്ട്, ഫോറസ്റ്റ് വഴിയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. ഇവര് അതൊന്നും തരാത്തതുകൊണ്ട് നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്ത്, ഇവർ രണ്ടാമത് വന്നപ്പോൾ ആ ഹെലികോപ്റ്ററിൽ കയറി വരില്ലാണ്ട് നമുക്ക് അവിടെ ഒരു നിവർത്തിയില്ല. അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ബത്തേരി കൂടുന്നിട്ടാണ് നമ്മളെ ഇറക്കിയിട്ടുള്ളത്. അങ്ങോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് അങ്ങനെ ഇറങ്ങാൻ കഴിയാത്ത ഒരു ഏരിയയാണ്. നല്ല വെള്ളവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു എന്താ പറയുക, കുറച്ച് ടാസ്ക്കാണ് ഇറങ്ങിപ്പോക്ക്. നമ്മൾ കയറൊക്കെ ഇട്ട് കുറച്ച് ഇതിലാണ് നമ്മൾ ഇറങ്ങിയത്. എന്തായാലും ബോഡി ഇനി അലി, ഇത് ഈ മൃതദേഹങ്ങൾ മാറ്റുന്നതിനെ കുറിച്ച് തുടർ നടപടി എന്നുള്ള നിലയിൽ എന്തെങ്കിലും ആലോചിക്കുന്നതായി അവർ അറിയിച്ചിരുന്നു അലി? അതെ, ഇവിടെ ഞങ്ങൾ ബത്തേരി തഹസിൽദാറെ കണ്ടിപ്പോ. അപ്പൊ തഹസിൽദാർ പറഞ്ഞ PPE കിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് റെഡിയാക്കി തരാം, ഞങ്ങളടുത്ത് രാവിലെ ഇറങ്ങി ചെല്ലാൻ. ഇവിടെ ഇവര് ഹെലികോപ്റ്റർ വഴി വരും ഫിറ്റ് ചെയ്യാനെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് നാളെ എന്തായാലും ചെയ്യാൻ കഴിയുള്ളൂ, ഇന്നിപ്പോ സമയമല്ലല്ലോ. ശരി ശരി. അലിയൊക്കെ ഇപ്പോൾ എവിടെയാണുള്ളത്? അലി, എത്ര പേരടങ്ങുന്ന സംഘമായിരുന്നു അത്? ഞങ്ങള് 8 പേര്. ചാമ്പ്യൻസ് ക്ലബ്ബ് റിപ്പണ്ട് STBന്റെ കുറച്ച് ആൾക്കാരെ ഉള്ളത്. 8 പേരുണ്ട്. ബത്തേരി ഉണ്ട്. ശരി, വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ആ തെരച്ചിൽ സംഘത്തിൻ്റെ ഭാഗമായ അലിയാണ് നമ്മളോട് പ്രതികരിച്ചത്. ആ തെരച്ചിൽ സംഘത്തിലുണ്ടായിരുന്ന ഷാനവാസ് കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഷാനവാസ്, എന്താണ് സംഭവിച്ചത്? കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ അലി വിശദീകരിച്ചു. ഇങ്ങനെ കൂടുതൽ സംവിധാനങ്ങൾ ആ മൃതദേഹം മാറ്റുന്നതിന് വേണം, PPE കിറ്റില്ലാതെ മൃതദേഹം മാറ്റാൻ കഴിയില്ല എന്നുള്ള കാര്യമൊക്കെ അറിയിച്ചിരുന്നു.
പക്ഷേ അതൊന്നും ലഭ്യമാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ നാളെയാണ് ആ മൃതദേഹം മാറ്റാനുള്ള നടപടികൾ കൂടുതലായി ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നതെന്നാണ് അലി പറഞ്ഞത്. എന്താണ് സംഭവിച്ചത് ഷാനവാസ്? ഷാനവാസുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. പിന്നീട് അദ്ദേഹത്തിലേക്ക് എത്താം എന്നാണ് കരുതുന്നത്. വയനാട് സൂചിപ്പാറ കാന്തൻപാറ വനമേഖലയിൽ കണ്ടെത്തിയ മൃതദേഹങ്ങൾ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അഴുകിയ നിലയിലായിരുന്നു ആ മൃതദേഹങ്ങൾ ഉള്ളത്. PPE കിറ്റില്ലാതെ ആ മൃതദേഹം അവിടെ നിന്ന് മാറ്റാൻ കഴിയില്ല എന്ന് തെരച്ചിൽ സംഘം അറിയിച്ചിരുന്നു. ഹെലികോപ്റ്റർ സ്ഥലത്തെത്തി നൽകിയത് ഗ്ലൗസുകളും പാക്കിംഗ് ബാഗുകളും മാത്രമാണ് എന്നാണ് ഇപ്പോൾ ആ തെരച്ചിൽ സംഘത്തിന്റെ ഭാഗമായ അലി നമ്മളോട് പ്രതികരിച്ചത്.